ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനകത്ത് എഗ്ഗും കോൺഫ്ലവറും ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം വേറെ 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കന് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1.5 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ സമയം കൊണ്ട് ഞാൻ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈസിലെ റെഡും ഗ്രീനും ആയിട്ടുള്ള ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കന് നന്നായിട്ട് ഇതിൽ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ ഒരു വശം കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ ഓയിൽ തന്നെ നമുക്ക് സവാളയും ക്യാപ്സിക്കും ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ഇത്ര എണ്ണ വേണ്ട. നമുക്ക് കുറച്ച് മാറ്റിയതിന് ശേഷം അതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. ഞാൻ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിത് ഗ്രേവി ഇല്ലാതെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി കിട്ടും. ഞാനിതിലോട്ട് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. എങ്കിലും നല്ല കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഞ്ചൂരിയനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.